നമ്മുടെ ഈ ശരീരത്തോട് ചേർന്നിരിക്കുന്നതായ കർമ്മേന്ദ്രിയങ്ങൾ, ഈ കർമ്മേന്ദ്രിയങ്ങളെ സൂക്ഷ്മമായി വർത്തിക്കുന്നതായ ജ്ഞാനേന്ദ്രിയങ്ങൾ, അതിനേക്കാൾ സൂക്ഷ്മമായി വർത്തിക്കുന്നതായ പഞ്ചതന്മാത്രകൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, അതിൻ്റെ എല്ലാം ആകത്തുകയായി വർത്തിക്കുന്നതായ മനസ്സ്, ചിത്ത, ബുദ്ധി, അഹങ്കാരം. ബാഹ്യത്തിൽ നിന്നും നമ്മുടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെന്നെത്താവുന്നതായ തലം അത്രേ വരെ നമുക്ക് പറയാൻ കഴിയും. ഇതിനെ എല്ലാത്തിനെയും ചേതനയുള്ളതാക്കി തീർത്തുകൊണ്ട് സദാസമയവും ഊർജ്ജസ്വലതയോടുകൂടി നിലനിർത്തുന്നതായ പൊരുളേത്? എന്റെ മനസ്സുണ്ടല്ലോ, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ചിത്തമുണ്ട്, ഈഗോയുണ്ട്. അത് എവിടെ ഇരിക്കുന്നു? ഇവിടെയാണ് ഭാരതീയ ബോധശാസ്ത്രത്തിന്റെ മർമ്മം ഇരിക്കുന്നത്. ഇതിനെല്ലാത്തിനും ചേതന കൊണ്ട് വർത്തിക്കുന്നതായ ആ സാധ്യത ഏതാണ്? ആ പൊരുൾ ഏതാണ്? ഇതിലേക്കാണ് നമുക്കൊന്ന് പോകേണ്ടത്. അതിന് വെളിയിലേക്ക് പോയാൽ പറ്റില്ല, അകത്തേക്കല്ലേ പോകേണ്ടത്. വെളിയിലേക്ക് പോയി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത്. വളരെ ശ്രേഷ്ഠമാണ്. ആധുനിക ഭൗതിക വിജ്ഞാനം എന്ന് പറയുന്നത് അത്ഭുതത്തെ, ഇന്നിപ്പോ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ വന്നിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ലോകം കണ്ടറിയണം. അത്ഭുതത്തിന്റെ ലോകമാണ്. ഒരു തരത്തിൽ പറഞ്ഞ മനുഷ്യരെ, ഇതിനെ സൃഷ്ടിച്ച മനുഷ്യരെ വരെ വിഴുങ്ങുന്ന തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിവുള്ളവർ പറയുമ്പോൾ നമ്മളതിന്റെ മുന്നിൽ വളരെ നിസ്സാരമാണ്. അങ്ങനെയിരിക്കെ ഇതിന്റെ എല്ലാം സൃഷ്ടികർത്താവായി ഇന്ന് മേനി നടിച്ചുകൊണ്ടിരിക്കുന്നതായ മനുഷ്യന്റെ ഏത് അറിവിൽ നിന്നാണ് ഇതുണ്ടായത്? ഈ പറയുന്ന ഏത് ഭൗതിക ശാസ്ത്രങ്ങളും രൂപപ്പെട്ടു വന്നത് ഏത് അറിവിൽ നിന്നാണ്? വേദവ്യാസൻ പറയും ശാസ്ത്രയോനിത്വ, എല്ലാ ശാസ്ത്രങ്ങൾക്കും യോനിയായിരിക്കുന്നത്, ഉറവിടമായിരിക്കുന്നത് ഏതോ അതിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ചില ആളുകൾ ഈ പ്രപഞ്ച രഹസ്യം അറിയുന്നതിന് തന്റെ അന്വേഷണത്തെ വെളിയിലേക്ക് കൊണ്ടുപോയപ്പോ ചില ആളുകൾ വെളിയിലേക്ക് പോകാതെ തന്റെ അകത്തേക്ക് തന്നെ പോയി. ഒരു ഇന്നർ മെത്തഡോളജി അവിടെ സ്വീകരിച്ചു. ഒന്ന് ബഹിർമുഖമാണെങ്കിൽ ഒന്ന് അന്തർമുഖമാണ്. അങ്ങനെ അന്തർമുഖമായി പോയി കഴിഞ്ഞാൽ ഈ ഉത്തരം കിട്ടുമോ? കിട്ടുമെന്ന് അവർ സിദ്ധാന്തിച്ചു. എന്താ കാരണം? ഈ പ്രപഞ്ച രഹസ്യമല്ലേ അറിയേണ്ടത്? ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ച രഹസ്യം അറിയാൻ കഴിയുമല്ലോ. കഴിയണം. there is a possibility. അതൊരു സംഭാവ്യതയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനുണ്ടോ? ഈ ചിന്തിക്കുന്നവൻ അന്വേഷിക്കണം. ഞാനെന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഞാനിവിടെ കൂരിരുട്ടുള്ള ഒരു മുറിയിലിരിക്കുകയാണ്. എന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് എനിക്ക് എന്നെ കാണാൻ കഴിയില്ല. അപ്പോഴാണ് ജയരാജേട്ടൻ വന്നിട്ട് നോക്കിയിട്ട് സ്വാമിനെ കാണുന്നില്ല. ഞാനവിടെ ഇരുട്ടുള്ള മുറിയിൽ ഒരു പക്ഷേ മിക്കവാറും ധ്യാനിച്ചിരിക്കുകയായിരിക്കും. ലൈറ്റ് ഓഫ് ചെയ്യും. സ്വാമി ഇവിടെയൊന്നുമില്ല. തിരിച്ചു പോകും.
പക്ഷെ എനിക്കറിയാം ഞാൻ അവിടെ ഇരിപ്പുണ്ട്. അതെങ്ങനെ അറിയാം? എങ്ങനെ അറിയാം? ചിന്തിക്കാറുണ്ടോ? എനിക്കെന്നെ കാണാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ സദാസമയവും ഞാൻ അവിടെ ഇരിക്കുന്നു എന്ന് ഞാൻ അറിയുന്ന ഒരറിവ് അതെന്നെ ചിന്തിപ്പിക്കുന്നു. പണ്ട് ഇമ്മാനുവൽ കാന്റ് പറയുന്നു, ഐ തിങ്ക് therefore I am. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. ഞാൻ എന്നെ അറിയുന്നു. അതിന് യാതൊരു ഉപാധികളുമില്ലാതെയാണ് ഞാൻ എന്നെ അറിയുന്നത്. ലൈറ്റ് ഇടണ്ട, തൊട്ട് നോക്കണ്ട, ആരെങ്കിലും എന്നോട് പറയണ്ട, പുസ്തകം തപ്പി നോക്കണ്ട, ഡിക്ഷണറി നോക്കണ്ട. ഒരു ഉപാധികളും ഇല്ലാതെ ഇരുളിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ എന്നെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് സ്വയം സിദ്ധമായ പ്രമാണമാണ്, സ്വയം സിദ്ധമായ അറിവാണ്. സെൽഫ് എവിഡന്റ് പ്രൊപ്പോസിഷൻ എന്ന് ഫിലോസഫിയിൽ പറയും. അതിൽ നിന്നല്ലേ ഈ മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും വന്നത്. അതിൽ നിന്നല്ലേ ഈ പഞ്ചതന്മാത്രകൾ വിജൃംഭിച്ചു വന്നത്. അതിന്റെ ആകത്തുകയല്ലേ ഈ 5 ഇന്ദ്രിയങ്ങളും. ഏതിന്ദ്രിയങ്ങൾ? ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണുകൊണ്ട് കാണാം, കാതുകൊണ്ട് കേൾക്കാം, മൂക്കുകൊണ്ട് ഗന്ധമറിയാം, നാക്കുകൊണ്ട് രുചിക്കാം, ത്വക്കുകൊണ്ട് സ്പർശിച്ചറിയാം. 5 അനുഭവങ്ങളേ ഉള്ളൂ. അതിന്റെ പ്രവർത്തന ഫലമായിട്ടോ അല്ലെങ്കിൽ ഈ പ്രകൃതിയുമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടോ കർമ്മേന്ദ്രിയങ്ങൾ സദാസമയവും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, വെറുതെ ഇരിക്കുന്നില്ല. ഇതെല്ലാം എവിടെയാണ് സംഘാതമായിരിക്കുന്നത്? ഈ ശരീരത്തിലാണ്, ഈ കളേബരത്തിലാണ്. ഇതിന്റെ എല്ലാം ആകെ പൊരുളായിരിക്കുന്നതായ ആ ദിവ്യ ചേതനയെയാണ് ആത്മാ എന്ന് പറയുന്നത്. ആത്മാവാണ് ഈ അന്ധകരണങ്ങളായി വർത്തിക്കുന്നത്. ആത്മാവാണ് ഈ അന്ധകരണങ്ങളായിട്ടും പഞ്ചതന്മാത്രകളുമായിട്ടും വർത്തിക്കുന്നത്. അതേ ആത്മാവാണ് അന്ധകരണങ്ങളും പഞ്ചതന്മാത്രങ്ങളും പഞ്ചേന്ദ്രിയങ്ങളുമായി വർത്തിക്കുന്നത്. അതേ ആത്മാവ് തന്നെയാണ് അന്ധകരണങ്ങളും പഞ്ചതന്മാത്രകളും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഈ ശരീരവുമായി വർത്തിക്കുന്നത്. അവിടെ കൊണ്ട് തീർന്നോ? ശരീരത്തിന്റെ ഈ സ്പർശനേന്ദ്രിയത്തിന്റെ ഈ ത്വക്കിന്റെ ബൗണ്ടറിയിൽ നിന്നും നമ്മൾ വെളിയിലേക്ക് നോക്കുമ്പോൾ ഈ ലോകം മുഴുവനും കാണും. ഈ ലോകമായി വിജൃംഭിച്ചു നിൽക്കുന്നു. നാരായണ ഗുരു പറയും, കരണവുമിന്ദ്രിയവും കളേപരം തൊട്ടറിയുമനേക ജഗത്ത് മോർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേറിടേണം. ഇതിനെ എല്ലാത്തിനും സചേതനം ചെയ്തുകൊണ്ട്, അടിസ്ഥാനം കൊടുത്തുകൊണ്ട്, ആധാര സത്യമായി നിലനിൽക്കുന്നതായ അദൃശ്യമായിരിക്കുന്ന അദൃഷ്ടമായിരിക്കുന്നതായ ഒരു പൊരുളിരിക്കുന്നു എന്ന് നാം തത്വപരമായി മനസ്സിലാക്കുമ്പോൾ നമ്മളാരും ജ്ഞാനികളൊന്നും ആയില്ലായോ? ഇത് ജ്ഞാനത്തിന്റെ വാക്കുകളാണ്. തത്വചിന്ത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ പറയാനുള്ളൂ വാസ്തവത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ജ്ഞാനികളായില്ല. കേട്ടതേ ഉള്ളൂ, ശ്രവിച്ചതേ ഉള്ളൂ. പുരാതന ഭാരതീയ സങ്കല്പം എന്ന് പറയുന്നത് ഒരു ഗുരുവിന്റെ കൂടെ 12 വർഷം ജീവിച്ച് ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. ഭാരതീയ പുരാതന സങ്കല്പത്തിൽ ഈ അറിവ് അതിന്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ പൂർണ്ണപ്രജ്ഞനായിരിക്കുന്ന ഒരു ഗുരുവിന്റെ കൂടെ 12 വർഷം ജീവിക്കണമെന്നാണ്. അപ്പൊ പൂർണ്ണപ്രജ്ഞന്മാരായിട്ടുള്ള ഗുരുക്കന്മാർ ഇല്ലെങ്കിലും ഗുരുകുലത്തിൽ ആഴ്ചയിൽ 2 മണിക്കൂർ നമുക്കൊന്ന് ഒത്തുകൂടാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം തിരക്കാണ്, സമയമില്ല, അല്ലേ?
എന്താ നമ്മുടെ മുന്നിലിരിക്കുന്നതായ വൈദിക സാഹിത്യത്തിന്റെ സാഗരത. ഒരു പേജ് മറിച്ചു നോക്കണ്ടേ ഈ ജീവിതത്തിൽ? അതിന് സമയമില്ല എന്ന് പറഞ്ഞാല് എന്നാ ഇനി സമയം? ഞാനൊരിക്കൽ എന്റെ ചെറുപ്പത്തില് ഒരു നിത്യയുടെ ഒക്കെ പുസ്തകങ്ങളില് ആവേശഭരിതനായിട്ട് ഇത് എല്ലാവരും കൊണ്ട് വായിപ്പിക്കണമെന്നുള്ള ചെറുപ്പത്തിന്റെ ഒരു തള്ളിച്ചിരുന്നു. എന്നിട്ട് തോളിലൊരു സഞ്ചിയില് കുറെ പുസ്തകങ്ങൾ എടുത്തിട്ട് ഓരോ വീടുകളും കയറി ഇറങ്ങണം. ഡോർ സെല്ലറല്ല സത്യത്തില്. അവിടെ കോളിംഗ് ബില്ലടിക്കും. അപ്പോൾ ഒരു ചേട്ടൻ ഇറങ്ങി വരും. ചേട്ടാ ഈ പുസ്തകം നോക്കാമോ? ഏയ് വേണ്ട. ചിലർ മേടിച്ച് നോക്കും. അപ്പോൾ പറയും ഇപ്പൊ സമയമൊന്നുമില്ല, പെൻഷനാവട്ടെ. പെൻഷനാകുമ്പോൾ ഇയാൾക്ക് കാതും കേൾക്കാൻ കഴിയില്ല, കണ്ണും കാണാൻ കഴിയില്ല, പല്ലും പോയി കവള് പൊട്ടിയിരിക്കുന്ന സമയത്ത് ഇത് കിട്ടിയിട്ടെന്ത് വല്ല പ്രയോജനമാണ്? ഒരു പ്രയോജനമില്ല. അപ്പോൾ ഇതിനെ തിരിച്ചറിയുന്ന ഒരു നിമിഷം ആരെങ്കിലും എവിടെ നിന്നെങ്കിലും അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമ്മുടെ നിമിഷങ്ങളെ പാഴാക്കാതെ നമ്മുടെ സ്വധർമ്മങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിത ആഘോഷങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഈ അമൃതമായ പാതയിലേ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. കളയരുത്. ഒന്ന് ലൗകികമായ തൻ്റെ ഒരു സന്ദർഭമുണ്ട്. ഭാര്യ, ഭർത്താവ്, മക്കള്, ജോലി, കുടുംബം, വ്യവഹാരം, കല്യാണം, അടിയന്തരം. ഇതൊന്നും ശാശ്വതമായി നമുക്ക് പ്രയോജനപ്പെടുന്നതല്ല. കാരണം മരിക്കാൻ നേരത്തെ ഇവരാരും ഉണ്ടാവില്ല. മക്കളൊക്കെ വിദേശത്തായിരിക്കും. മിക്കവാറും അച്ഛനും അമ്മേനും ഒരു വൃദ്ധസാധനത്തിലാക്കും കാശുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വീട്ടിൽ കിടന്നോളാം. ഇത് മനസ്സിലാക്കുക ബുദ്ധിയുള്ളവൻ.